Then probability 5. Random variable. What is random experiment and random variable? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Random variable. Definition. A random variable is a real valued function whose domain is the sample space of a random variable. Sample space of a random experiment, not variable experiment. Random experiment. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിന് നമ്പറുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസിലുള്ള പോയിന്റിന് നമ്മൾ ഒരു വാല്യൂസ്, നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് കൊടുക്കുന്നതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. Let us consider the experiment of tossing a fair coin 3 times in succession. X denotes the number of head appear. Then X is a random variable which takes the value. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. 2 ക്യൂബ് ആണ് അതിന്റെ നമ്പർ. 2 ക്യൂബ് 8 സാമ്പിൾ സ്പേസ് 8 നമ്പേഴ്സ് ഉണ്ട്. ഈ 8 നമ്പേഴ്സിനെ നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് മാറ്റം ചെയ്യുന്നു. റാൻഡം വേരിയബിൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിച്ച് ടേക്സ് ദ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ 0 ഹെഡ് കിട്ടാനുള്ള ഹെഡ് ഉള്ള എത്രയെണ്ണം ഉണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടി ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ഇനി എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹെഡ് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1 കിട്ടാനുള്ള സാധ്യത, 1 ഹെഡ് കിട്ടാനുള്ള സാധ്യത, അത് 3/8 ആയിരിക്കും. ഇനി എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 ഹെഡ് ആണ്. 2 ഹെഡ് ഉള്ളത് 3 ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 3/8 ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3, 3 ഹെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ ആണ്. അപ്പൊ എക്സിന് കിട്ടാവുന്ന വാല്യൂസ് 0, 1, 2, 3. ഇതുപോലെ നമ്മൾ എക്സിന് നമ്പർ ഓഫ് ടെയിൽ അപ്പിയർ എന്നും പറയാം. അതാ അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എക്സിലേക്ക് മാറ്റുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം. എക്സ് നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ ആണ്. ഇവിടെ നോക്കണം 1/8, 3/8, 3/8, 1/8. ഇതിന്റെ എല്ലാം കൂടെ പ്രോബബിലിറ്റി കൂട്ടിയാൽ 1 കിട്ടും. ഇതാണ് ഇതിന് വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു അനദർ എക്സാമ്പിൾ. Find the probability distribution of the sum of the face turn up in the throws of a pair dice. 2 ഡൈ ഒന്നിച്ച് ടോസ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് വരുന്നത് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ. അപ്പൊ സമ്മ് വരുന്നത് എത്രയൊക്കെയുണ്ട്? സമ്മ് വരുന്നത് 2 വരാം. സമ്മ് 2 ആകാം, 3 ആകാം, 3 ആകാം, 4 ആകാം, 12 വരെ ആകാം. സമ്മ് അപ്പൊ സം ടേക്സ് ദ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഫേസ് ആണ്. അപ്പൊ എക്സ് ടേക്സ് ദ വാല്യൂസ് 2, 3, 4, 5 അങ്ങനെ 12 വരെ വരും. അപ്പൊ എക്സ് ഈക്വൽ ടു 2, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2ന്റെ ഇതാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇതാണ്. എക്സ് ഈക്വൽ ടു 4 ഇതാണ്. എക്സ് ഈക്വൽ ടു 12 ഇതാണ്. ടോട്ടൽ പ്രോബിലിറ്റി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1 കിട്ടും. അപ്പൊ ഇവിടെ റാൻഡം വേരിയബിൾ നമ്മൾ കൊടുക്കുന്ന എക്സ് എന്ന് പറയുന്ന സം ഓഫ് ദ ഫേസ് ടേൺ അപ്പ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സിന് നമുക്ക് വേറെ തരത്തിൽ പറയാം. എക്സ് എന്ന് പറയുന്നത് രണ്ടും ഈവൺ ആണെങ്കിൽ നമുക്ക് അതിന് 1 കൊടുക്കാം, 2 ഓഡ് ആണെങ്കിൽ അതിന് വേറൊരു നമ്പർ കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ എടുക്കുന്നത് സം ഓഫ് ദ ഫേസ് ടേൺ അപ്പ് ാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എക്സിന് എന്ത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ആവശ്യമുള്ള ഒരു സാധനമാണ് കൊടുക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ 12. ദെൻ എക്സാമ്പിൾ 13 നോക്കാം. X denote the number of hours you study during the randomly selected school days. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഉള്ള ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. The probability that X can take the values X has the following form where K is a constant. Probability of X equal to 0.1. X 0 എന്ന് പറഞ്ഞാൽ 0 അവർ പഠിക്കാനുള്ള സാധ്യത 0.1. X equal to 1 or 2, 1 hour 2 hour പഠിക്കാനുള്ള സാധ്യത KX. X equal to 3 or 4, 3 hour 4 hour പഠിക്കാനുള്ള സാധ്യത K into 5 minus X.
അതർവൈസ് എന്ന് വെച്ചാൽ 4 അവർ കൂടുതൽ ഒരിക്കലും പഠിക്കില്ല, അത് 0. ഇത് 0 അവർ പഠിക്കാനുള്ള ഒട്ടും പഠിക്കാതിരിക്കാനുള്ള സാധ്യത 0.1, 1 or 2 അവർ പഠിക്കാനുള്ള സാധ്യത kx, 3 or 4 അവർ പഠിക്കാനുള്ള സാധ്യത k into 5 - x, 4 കൂടുതൽ അവർ പഠിക്കാനുള്ള സാധ്യത 0. അങ്ങനെയാണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് k. അപ്പൊ നമ്മൾ ആദ്യം എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എത്രയൊക്കെ അവറാ? 0 അവർ, 1 or 2 അവർ, 1 അവർ, 2 അവർ, 3 or 4 അവർ, 3 അവർ, 4 അവർ, അത് കൂടില്ല. അപ്പം 0 അവർ പഠിക്കാനുള്ള സാധ്യത ഇതാണ് 0.1. ഇനി 1 അവർ പഠിക്കാനുള്ള സാധ്യത k into 1 ആണ്, അപ്പൊ 1k. 2 അവർ പഠിക്കാനുള്ള സാധ്യത ഇവിടെയാണ് 2 അവർ, അപ്പൊ k into 2 ആണ്, ഇത് k into 2 ആണ്, അപ്പൊ 2k. പിന്നെ 3 അവർ പഠിക്കാനുള്ള സാധ്യത ഇവിടെയാണ് 3. 3 അവർ പഠിക്കാനുള്ള സാധ്യത k into 5 - 3 ആണ്. 5 - 3 എന്ന് വെച്ചാൽ 2, അപ്പൊ 2k. 3 അവേഴ്സ് പഠിക്കാനുള്ള സാധ്യത. ഇനി 4 അവേഴ്സ് പഠിക്കാനുള്ള സാധ്യത ഇവിടെയാണ്. 4 അവേഴ്സ് പഠിക്കാനുള്ള സാധ്യത k into 5 - 4, 1k. 1k ആണ് 4 അവേഴ്സ് പഠിക്കാൻ. അപ്പൊ 0 അവർ പഠിക്കാനുള്ള സാധ്യത ഇത്, അത് ഇതിന്റെ അകത്ത് കിട്ടുന്നതാണ്. 1 അവർ പഠിക്കാനുള്ള സാധ്യത k, അത് ഇതിന്റെ അകത്താണ് കിട്ടിയത്. 2 അവർ പഠിക്കാനുള്ള സാധ്യത അതും k, അത് ഇതിന്റെ അകത്ത് കിട്ടി. 3 അവർ പഠിക്കാനുള്ള സാധ്യത ഇതിന്റെ അകത്ത് കിട്ടി. 4 അവർ പഠിക്കാനുള്ള സാധ്യത ഇതിന്റെ അകത്ത് കിട്ടി. അത് കൂടുതൽ പഠിക്കുക. ഇതിന്റെ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂടിയാൽ 0 അവറും 1 അവറും 2 അവറും 3 അവറും 4 അവറും കൂടെ പഠിക്കാനുള്ള സാധ്യത എല്ലാം കൂട്ടിയാൽ 1 കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1. അപ്പൊ k equal to 0.15 എന്ന് കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ പ്രോബബിലിറ്റി എടുക്കുക. ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഇതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ദെൻ ടോട്ടൽ പ്രോബബിലിറ്റി. ഇനി അടുത്ത ചോദ്യം, യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours, 2 അവർ എങ്കിലും പഠിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞ് മിനിമം 2 hours പഠിക്കാനുള്ള സാധ്യത. അപ്പം 2 hours പഠിക്കാനുള്ള സാധ്യത, 3 hours പഠിക്കാനുള്ള സാധ്യത, 4 hours പഠിക്കാനുള്ള സാധ്യത, അത് കൂടുതൽ പഠിക്കില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് x = 2 അവർ പഠിക്കാനുള്ള സാധ്യത ഇതാണ്. 2 അവർ പഠിക്കാനുള്ള സാധ്യത 2k ആണ്. ഇനി 3 അവർ പഠിക്കാനുള്ള സാധ്യത, 3 അവർ പഠിക്കാനുള്ള സാധ്യത അതും 2k ആണ്. പിന്നെ 4 അവർ പഠിക്കാനുള്ള സാധ്യത അത് 1k ആണ്. 1k. അപ്പൊ 2k + 2k + 1 5k. അപ്പൊ കെയുടെ വാല്യൂ നമുക്കറിയാം, കെയുടെ വാല്യൂ 0.15 ആണ്. അപ്പൊ 5 into 0.15 0.75. അപ്പൊ 2 മണിക്കൂർ കൂടുതൽ നിങ്ങൾ പഠിക്കാനുള്ള സാധ്യത 0.75 ആണ്. ഇനി യു സ്റ്റഡി എക്സാക്ട്ലി 2 hours, 2 മണിക്കൂറും തന്നെ പഠിക്കാനുള്ള സാധ്യത, അത് പ്രോബബിലിറ്റി ഓഫ് x = 2 ആണ്. അപ്പൊ x = 2 ആണുള്ള സാധ്യത 2k ആണ്. അപ്പൊ 2 into 0.15, that is 0.3. ഇനി പ്രോബബിലിറ്റി ഓഫ് x ലെസ് ഇതാ, യു സ്റ്റഡി അറ്റ്മോസ്റ്റ് 2 hours, മാക്സിമം 2 അവർ എങ്കിലും പഠിക്കാനുള്ള സാധ്യത. മാക്സിമം 2 അവർ കൂടുതൽ പഠിക്കാൻ പാടില്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 0 അവർ, അല്ലെങ്കിൽ 1 അവർ, അല്ലെങ്കിൽ 2 അവർ. 0 അവറിന് ഉള്ള സാധ്യത 0.1 ആണ്. 1 അവർ പഠിക്കാനുള്ള സാധ്യത k ആണ്. 2 അവർ പഠിക്കാനുള്ള സാധ്യത 2k ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പൊ 0.55 കിട്ടും. ഇതാണ് ഇതിന്റെ റാൻഡം വേരിയബിളിലെ ഒരു പ്രോബ്ലം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഇതാണ് mean and variance of a random variable. Definition. Let x be a random variable whose possible values of x1, x2, x3, so on, xn and occur with the probability p1, p2, so on, pn. ഒരു റാൻഡം വേരിയബിളിന് കിട്ടാവുന്ന വാല്യൂസ് x1, x2, xn ഉം അതിന്റെ പ്രോബിലിറ്റി p1, p2, pn ആണെങ്കിൽ മീൻ ഓഫ് എക്സ്, മീൻ ഓഫ് എക്സിനെ നമ്മൾ മ്യൂ എന്നാണ്. മീൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ടേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ. മീൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ആണ്. പ്രതീക്ഷിക്കുന്ന ഇത്, മാത്തമാറ്റിക്കലായിട്ട് പ്രതീക്ഷിക്കുന്ന ഇത് എത്രയാണ്. അപ്പം അത് x1 p1, x1നെ p1 എന്ന് കൊണ്ട് ഗുണിക്കുക, പ്ലസ് x2നെ p2 കൊണ്ട് ഗുണിക്കുക, സോൺ xn pn. ഇതാണ് അതിന് നമ്മൾ സിഗ്മ i = 1 up to n xi pi എന്ന് പറയും. പിന്നെ വേരിയൻസിന്റെ ഫോർമ ഇതാണ്. വേരിയൻസ് സിഗ്മ സ്ക്വയറിന്റെ ഫോർമ ഇതാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ സിഗ്മ സ്ക്വയറിന്റെ റൂട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ദ മീൻ
and mean, variance and standard deviation of the number obtained on a throw on an unbased die. ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ അതിന്റെ മീനും വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഡൈ ടോസ് ചെയ്താൽ 1 up to 6 വരെ നമ്പർ കിട്ടാം. എസ് ഇതാണ്. അത് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ മീൻ മാത്തമാറ്റിക്സ് മീൻ കിട്ടാൻ മ്യൂ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അത് x1 p1 ഇതാണ് സിഗ്മ i that is equal to x1 p1 plus x2 p2 plus so on plus xn pn ആണ്. pn x1 എന്ന് പറഞ്ഞാൽ ആദ്യം x കിട്ടാനുള്ള വാല്യൂസ് 1 ആണ്. 1 അപ്പം 1 into 1 കിട്ടാനുള്ള സാധ്യത 1/2. അടുത്ത് എക്സിന്റെ വാല്യൂ x2 ആണ്. x2 എന്ന് പറഞ്ഞാൽ 2 ആണ്. രണ്ടാമത്തെ വാല്യൂ 2 ആണ്. 2 x2 രണ്ടാമത്തെ വാല്യൂ 2 ആണ്. അത് 2 കിട്ടാനുള്ള സാധ്യത 1/6. പിന്നെ x3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 കിട്ടാനുള്ള സാധ്യത 1/6. ദെൻ അടുത്തത് 4 ആണ്. 4 കിട്ടാനുള്ള സാധ്യത 1/6. പിന്നെ അടുത്തത് 5 ആണ്. 5 കിട്ടാനുള്ള സാധ്യത 1/6. ദെൻ അടുത്തത് 6 ആണ്. 6 കിട്ടാനുള്ള സാധ്യത 1/6. ഇതാണ് x1 p1 plus x2 p2 and so on xn pn. ഇതെല്ലാം കൂട്ടി 21/6 എന്ന് കിട്ടും. ഇതാണ് മ്യൂ. ഒരു കോയിൻ ടോസ് ചെയ്താൽ അതിന്റെ അരിത്തമ മീൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്രാക്ഷൻ ആണ് 21/6 ആണ്. ഇനി അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന മുകളിലത്തെ പോകുന്ന എക്സൈയുടെ സ്ഥാനത്ത് ഈ എക്സൈയുടെ സ്ഥാനത്തിന്റെ എക്സൈ സ്ക്വയർ എഴുതണം. അപ്പൊ ആദ്യത്തെ എക്സൈ എന്താ 1 ആണ്. 1 സ്ക്വയർ ഇൻറ്റു 1 കിട്ടാനുള്ള സാധ്യത 1/6. അടുത്ത 2 ആണ്. 2 സ്ക്വയർ ഇൻറ്റു 2 കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 3 കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു 4 കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് 5 സ്ക്വയർ ഇൻറ്റു 5 കിട്ടാനുള്ള പ്രോബിലിറ്റി പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി. എല്ലാം 1/6 ആണ് എല്ലാത്തിന്റെയും പ്രോബിലിറ്റി. ഇതെല്ലാം കൂടെ കൊണ്ട് 91/6. ഇതാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇത് മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. വേരിയൻസിന്റെ ഫോർമുല വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് എഴുതുക. അത് നിങ്ങൾ ഓർമ്മയുണ്ടാവണം. വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത്. വേരിയൻസിന്റെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ അതിന്റെ ഹോൾ സ്ക്വയർ. ഇപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91/6 ആണ് കിട്ടിയത്. 91/6 മൈനസ് അത് ഫോർമുലയാണ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 21/6 ആണ് ആദ്യം കണ്ടത്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91/6 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അത് 21/6 ഹോൾ സ്ക്വയർ. ഇതിനെയാണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 91/6 minus 21/6 whole square. That is equal to 35/12. അതാണ് വേരിയൻസ്. അതിന് നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ മ്യൂ ഈക്വൽ ടു 21/6 സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 35/12 ആണ് സിഗ്മ സ്ക്വയർ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √35/12